പാലക്കാട് നിന്ന് വടകരയുടെ മണ്ണിലേക്ക് കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യത്തിനായി അങ്ങനെ ഷാഫി പറമ്പിൽ MLA യാത്ര തിരിച്ചു കഴിഞ്ഞു. പാലക്കാടിന് ഈ ഷാഫി പറമ്പിൽ ആരായിരുന്നു എന്ന് പറയാതെ പറയുന്നതായിരുന്നു ആ യാത്രയയപ്പ്. സ്ത്രീകളും കുട്ടികളുമടക്കം കരഞ്ഞുകൊണ്ടാണ് ഷാഫിയെ യാത്രയാക്കിയത്. BJP മുന്നോട്ട് വച്ച കനത്ത വെല്ലുവിളികളെ മറികടന്നുകൊണ്ടാണ് പാലക്കാട് വീണ്ടും ഷാഫിയെ MLA ആക്കിയത്. അതിനുള്ള നന്ദിയും സ്നേഹവും എക്കാലത്തും ഈ മണ്ണിനോട് ഷാഫി കാണിച്ചിട്ടുണ്ട്. ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാൻ പോകുന്ന അടുപ്പം ഷാഫിക്ക് ഈ മണ്ണിനോട് ഉണ്ട്. BJP പാലക്കാട് നിന്ന് ജയിക്കുമെന്ന ഘട്ടത്തിൽ നിന്ന് ഷാഫി കാഴ്ചവെച്ച പോരാട്ട വീര്യത്തിലാണ് അവിടെ താമര കരിഞ്ഞുപോയത്. CPM അടക്കമുള്ള പാർട്ടിക്കാർ BJPയെ തോൽപ്പിച്ചതിന് ഷാഫിയെ അഭിനന്ദിക്കുന്നതും നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തുകൊണ്ട് ഷാഫി വീണ്ടും വീണ്ടും പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയായിരുന്നു ഈ യാത്രയയപ്പ്. പോയി ജയിച്ചു വരൂ, ഡൽഹിയിൽ കാണാം എന്നെല്ലാം പറഞ്ഞാണ് ഓരോരുത്തരും ഷാഫിക്ക് മംഗളാശംസകൾ നേർന്നത്. മനസ്സുകൊണ്ട് പാലക്കാട് തന്നെ താൻ ഉണ്ടാകുമെന്നും ഇന്നാട്ടുകാർക്ക് എന്താവശ്യം വന്നാലും കൂടെ തന്നെ ഉണ്ടെന്നും വാക്കു പറഞ്ഞുകൊണ്ടാണ് ഷാഫി വടകരയ്ക്ക് യാത്ര തിരിച്ചത്. ഷാഫി പറമ്പലിനെ വികാര വായ്പോടെ പാലക്കാട് യാത്രയാക്കുന്ന വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയാണ്. ആ വീഡിയോ നമുക്കും ഒന്ന് കണ്ടു നോക്കാം. വികസന നായകൻ ഗുഡ് മോർണിംഗ് അടിക്കുന്ന ആയിഷേ. ആ ശരി ശരി നീ ഇവിടെ ഓഫീസിൽ നിർത്താണോടെ ഞാൻ പോണൊന്നുമില്ലല്ലോ, ജോലിക്ക് പോണമല്ലോ. സൺഡേ ഇവിടുന്ന് മാറുന്നില്ല. ഇല്ല അതൊന്നും ഇല്ല, എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. മുത്ത് എപ്പോഴും മുത്ത് തന്നെ. ദീപു